നമസ്കാരം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. +2 പരീക്ഷാഫലം ഇന്ന്. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. 3:30 മുതൽ വിവിധ വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും പരീക്ഷാഫലം ലഭ്യമാകും. 4,44,707 പേരാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. 26,178 പേർ VHSC പരീക്ഷയും എഴുതി. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 78.69% വിജയം. 2012-ലെ 88.08% ഇതുവരെയുള്ള ഉയർന്ന വിജയശതമാനം. വീണ്ടും കാട്ടാന ആക്രമണം. 75കാരി കൊല്ലപ്പെട്ടു. മലക്കപ്പാറയിൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപം ഇന്ന് പുലർച്ചെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. 75 വയസ്സുകാരിയായ മേരിയാണ് മരിച്ചത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന മേരിയുടെ വീട് പുലർച്ചെ 1 മണിയോടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മേരി ഇറങ്ങി പുറത്തേക്കോടി. ഇതിനിടെ പിന്തുടർന്നെത്തിയ കാട്ടാന മേരി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. മേരിയും മകളും മാത്രമാണ് കാട്ടാന ആക്രമിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. മകളെ വിവാഹം ചെയ്ത് നൽകിയില്ല. മംഗലപുരത്ത് അയൽവാസിയുടെ കുത്തേറ്റ് ഗൃഹനാഥൻ മരിച്ചു. മംഗലപുരം തോന്നയ്ക്കൽ പാട്ടത്തിൽ സ്വദേശി താഹയാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. സമീപവാസിയായ റാഷിദാണ് താഹയെ കൊലപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30-യോടെയാണ് ആക്രമണം നടന്നത്. താഹയുടെ വീട്ടിലെത്തിയ പ്രതിയുമായി വാക്കേറ്റവും കയ്യേറ്റവും നടന്നു. ഇതിന് പിന്നാലെയാണ് റാഷിദ് കത്തിയെടുത്ത് കുത്തിയത്. താഹയുടെ വയറിലെ 4 സ്ഥലത്ത് കുത്തേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ താഹയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. ഈ മാസം 28-ന് താഹയും ഭാര്യയും ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെടാനിരിക്കുകയായിരുന്നു. റാഷിദിനെ നാട്ടുകാർ പിടിച്ചുവെച്ച പോലീസിനെ കൈമാറി. താഹയെ പ്രതി റാഷിദ് നേരത്തെയും ആക്രമിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. താഹയുടെ മകളെ വിവാഹം കഴിച്ചു തരാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് പോലീസ്. ആലപ്പുഴയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ആലപ്പുഴ കുട്ടനാട്ടിലാണ് സംഭവം. രാമങ്കഴി വേഴപ്രച്ചിറയിൽ അകത്തെപ്പറമ്പിൽ മതിമോളാണ് കൊല്ലപ്പെട്ടത്. 42 വയസ്സായിരുന്നു. ഭർത്താവ് വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തി വരികയായിരുന്നു ദമ്പതികൾ. മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാമങ്കര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൺസൂൺ തൊട്ടടുത്ത്. കാലവർഷം 3 ദിവസത്തിനകം കേരള തീരം തൊടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും ഇന്ന് വിലക്കുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക, ഗോവ തീരത്തിനോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. കാലവർഷത്തിന് മുന്നോടിയായുള്ള മഴ നാളെ മുതൽ ശക്തമാകുമെന്നാണ് അറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.